പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ചെറിയൊരു ചിന്ത പങ്കുവയ്ക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. പ്രാർത്ഥനയോട് ശ്രവിക്കുവാൻ ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു ക്രിസ്തു ഭക്തയെ സംബന്ധിച്ചിടത്തോളം ആത്മീകമാകുന്ന പ്രവൃത്തികളെ ചെയ്യുവാനുള്ള ഒരു ദാഹം ഉണ്ടായിരിക്കണം. ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവ പൈതൽ എന്തിനൊക്കെ വേണ്ടി ദാഹിക്കണം എന്നറിയണ്ടേ? ഒരു കാര്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ഒന്നാമതായി, നീതിക്ക് വിശന്ന് ദാഹിക്കുവാൻ തയ്യാറാകണം. നീതിക്ക് വിശന്ന് ദാഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത് എന്നറിയണ്ടേ? യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു ക്രിസ്തു ഭക്തയെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാനുള്ള ഒരു ദാഹം ഉണ്ടായിരിക്കണം. നമുക്ക് ചില ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഉള്ളതുപോലെ കർത്താവിന് ചില ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഉള്ളതായി വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരാൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം മറ്റൊരാൾ ഇഷ്ടപ്പെടണമെന്നില്ല. മറ്റൊരാൾ ഇഷ്ടപ്പെടുന്ന വസ്ത്രം വേറൊരാൾ ഇഷ്ടപ്പെടണമെന്നില്ല. ഇങ്ങനെ തുടങ്ങി ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളുമുണ്ട്. ഒരു കുടുംബത്തിൽ തന്നെ ഭർത്താവിൻ്റെ ഇഷ്ടമല്ല ഭാര്യയുടെ ഇഷ്ടം, ഭാര്യയുടെ ഇഷ്ടമല്ല ഭർത്താവിൻ്റെ ഇഷ്ടം, മാതാപിതാക്കളുടെ ഇഷ്ടമല്ല തലമുറകളുടെ ഇഷ്ടം, തലമുറകളുടെ ഇഷ്ടമല്ല മാതാപിതാക്കളുടെ ഇഷ്ടം. ഇങ്ങനെ തുടങ്ങി ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഉള്ളതുപോലെ നാം സേവിക്കുന്ന നമ്മുടെ ദൈവത്തിനും ചില ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഉള്ളതായി വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയാ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ എന്നറിയണ്ടേ? 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ വിശ്വപ്രസിദ്ധനായ പൗലോസ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. പിന്നെയും നാം 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16, 17, 18 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ ക്രിസ്തയേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. ശ്രദ്ധിക്കണമേ, നമുക്ക് ചില ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഉള്ളതുപോലെ കർത്താവിനും ചില ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളുമുണ്ട്. എന്തൊക്കെയാ കർത്താവിൻ്റെ ഇഷ്ടങ്ങൾ എന്നറിയണ്ടേ? ഒന്നാമതായി എൻ്റെയും നിങ്ങളുടെയും ശുദ്ധീകരണം. രണ്ടാമതായി എല്ലായ്പ്പോഴും സന്തോഷവാന്മാരും സന്തോഷവതികളുമായിരിക്കണം. മൂന്നാമതായി ഇടവിടാതെ പ്രാർത്ഥിക്കണം. നാലാമതായി എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്യണം. ഇതൊക്കെയാണ് കർത്താവിൻ്റെ ഇഷ്ടങ്ങളായി വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു ക്രിസ്തു ഭക്ത ഇങ്ങനെ തുടങ്ങിയുള്ള കർത്താവിൻ്റെ ഇഷ്ടങ്ങളെ ചെയ്യുവാനായി ദാഹിക്കുവാൻ തയ്യാറാകണം. ശ്രദ്ധിക്കണമേ, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ദാഹിക്കുന്നതിലൂടെ ചില നേട്ടങ്ങളെ നമുക്ക് കൈവരിക്കുവാൻ കഴിയും. വാക്യം ഇങ്ങനെയാണ്: നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി ലഭിക്കും. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ദാഹിക്കുന്നതിലൂടെ എന്തൊക്കെ നേട്ടങ്ങളെ കൈവരിക്കുവാൻ കഴിയും എന്നറിയണ്ടേ? ഒന്നാമതായി ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ആയിത്തീരുവാൻ കഴിയും. രണ്ടാമതായി ഈ ലോക ജീവിതത്തിൽ വെച്ച് സംതൃപ്തരായി തീരുവാൻ കഴിയും. ഈ രണ്ട് കാര്യങ്ങൾ ലഘുവായി വിശദീകരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ഒന്നാമതായി ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ആയിത്തീരുവാൻ കഴിയും. നാം പലപ്പോഴും പലരെയും നോക്കി പറയാറുണ്ട്: അവനൊരു ഭാഗ്യവാനാ, അവളൊരു ഭാഗ്യവതിയാ എന്നൊക്കെ പറയാറുണ്ട്. നല്ല വീടുള്ളവരെ നോക്കി പറയാറുണ്ട്: അവനൊരു ഭാഗ്യവാനാ. നല്ല ജോലിയുള്ളവരെ നോക്കി പറയാറുണ്ട്: അവനൊരു ഭാഗ്യവാനാ. നല്ല മക്കളുള്ളവരെ നോക്കി പറയാറുണ്ട്: അവനൊരു ഭാഗ്യവാനാ. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നല്ല വീടുള്ളവരെക്കാൾ, നല്ല ജോലിയുള്ളവരെക്കാൾ, നല്ല മക്കളുള്ളവരെക്കാൾ ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ദാഹിക്കുന്നവനാണ്. നാം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ദാഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും നാം ആണ് എന്ന വസ്തുത നാം ആരും മറന്നു പോകരുത്. ശ്രദ്ധിക്കണമേ, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ദാഹിക്കുന്നതിലൂടെ രണ്ടാമതായി തൃപ്തരായി തീരുവാൻ കഴിയും. ഇന്ന് പലർക്കും ജീവിതത്തിൽ ഇല്ലാത്ത ഒന്നാണ് സംതൃപ്തി എന്ന് പറയുന്നത്.
നാം കൊരിന്ത്യ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ വിശ്വപ്രസിദ്ധനായ പൗലോസ് ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത കർത്താവിൻ്റെ വരവിനായി പ്രതീക്ഷയോടെ കാത്തിരുന്ന കൊരിന്ത് സഭയിലെ വിശുദ്ധന്മാരോടും വിശ്വാസികളോടുമായി ഇപ്രകാരം വിളിച്ചു പറയുവാനിടയായി തീർന്നു: നിങ്ങൾ സകലത്തിലും എല്ലായ്പ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായിരിപ്പീൻ. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു ക്രിസ്തു ഭക്ത സകലത്തിലും എല്ലായ്പ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവർ ആയിരിക്കണം. കർത്താവ് നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്നതായ ഭവനങ്ങളിൽ, കർത്താവ് നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്നതായ വാഹനങ്ങളിൽ, കർത്താവ് നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്നതായ ജീവിത പങ്കാളിയിൽ, കർത്താവ് നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്നതായ തലമുറകളിൽ, കർത്താവ് നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്നതായ നന്മകളിൽ, ഇങ്ങനെ തുടങ്ങി സകലത്തിലും നാം എല്ലായ്പ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവർ ആയിരിക്കണം. ഇത് നാം ജീവിക്കുന്ന ചുറ്റുപാടിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കുകയാണ് എങ്കിൽ ഭർത്താവിന് ഭാര്യയിൽ തൃപ്തിപ്പെടുവാൻ കഴിയുന്നില്ല, ഭാര്യയ്ക്ക് ഭർത്താവിൽ തൃപ്തിപ്പെടുവാൻ കഴിയുന്നില്ല, മാതാപിതാക്കൾക്ക് തലമുറകളിൽ തൃപ്തിപ്പെടുവാൻ കഴിയുന്നില്ല, തലമുറകൾക്ക് മാതാപിതാക്കളിൽ തൃപ്തിപ്പെടുവാൻ കഴിയുന്നില്ല, പുരോഹിതന്മാർക്ക് വിശ്വാസികളിൽ തൃപ്തിപ്പെടുവാൻ കഴിയുന്നില്ല, വിശ്വാസികൾക്ക് പുരോഹിതന്മാരിൽ തൃപ്തിപ്പെടുവാൻ കഴിയുന്നില്ല, ഗുരുക്കന്മാർക്ക് വിദ്യാർത്ഥികളിൽ തൃപ്തിപ്പെടുവാൻ കഴിയുന്നില്ല, വിദ്യാർത്ഥികൾക്ക് ഗുരുക്കന്മാരിൽ തൃപ്തിപ്പെടുവാൻ കഴിയുന്നില്ല. ഇങ്ങനെ തുടങ്ങി പരസ്പരം തൃപ്തിപ്പെടുവാൻ കഴിയാത്ത ഒരു മേഖലയിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ഒരു മുന്നറിയിപ്പ് എന്നവണ്ണം വിളിച്ചു പറയുകയാണ്: പ്രിയരെ, നിങ്ങൾ സകലത്തിലും എല്ലായ്പ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവർ ആയിരിപ്പീൻ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു ക്രിസ്തു ഭക്ത ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ഇഷ്ടത്തെ ചെയ്യുവാൻ ദാഹിച്ചുകൊണ്ട് സകലത്തിലും പൂർണ്ണ തൃപ്തിയുള്ളവരായിരിക്കുവാൻ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മേവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.